ആസ് എ ഫാൻ മറുപടി പറയുമ്പോൾ റൊണാൾഡോൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഈ വേൾഡ് കപ്പിൽ വന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം. പക്ഷേ അത് ഒന്നാമത്തെ മത്സരത്തോടുകൂടി അത് അവസാനിച്ചു. ഏതാണ്ട് ആരാധകർ ആഗ്രഹിച്ചിരുന്ന ഒന്ന്. ഇനി സ്പെയിനിൻ്റെ മത്സരത്തോടു കൂടി റൊണാൾഡോൻ്റെ ചുമലിലേറി സ്പെയിനിനെ മറികടന്ന് പോകുന്നതോടുകൂടി ഒരു ആവറേജ് ഫാനിനെ അത് തൃപ്തിപ്പെടുത്തും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൊണാൾഡോയുടെ 40 വയസ്സ് പിന്നിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് എത്ര അയാൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും കുറഞ്ഞു വരുന്ന ഒരു പ്രായത്തിലേക്ക് റൊണാൾഡോ എത്തുന്നു. മറ്റൊന്ന്, വലിയ പ്രഷർ. അതായത് ആദ്യഘട്ടത്തിൽ ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത് കഴിയുന്നതോട് കൂടിയുള്ള പ്രഷർ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഈ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കുണ്ട്. അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ, അവരുടെ അനുഭവ പരിസരം, അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റം, അവരുടെ സ്ലീപ്പ്, ഒത്തിരി ഘടകങ്ങൾ ചേർന്നിട്ടാണ് നമ്മളുടെ ഒരു മെൻ്റൽ വെൽനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഘടകങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ അനാലിസിസ് വേണം. ഒന്നാമത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ ടീമിനകത്ത് ചില അസ്വാരസ്യങ്ങളുള്ളതായിട്ട് പുറത്തേക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ലാംഗ്വേജ് ലിമിറ്റേഷൻ ഉണ്ട് പലപ്പോഴും. കാരണം അവരുടെ മേജർ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നത് ഇംഗ്ലീഷിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ വെച്ചാൽ ഏജ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിലേക്ക് റോണോ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അല്ല, അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് പോർച്ചുഗലിലാണെങ്കിൽ പോലും റോണോ ആസ് എ ടീം മെമ്പർ ഗ്രൂപ്പ് ഉണ്ടാവുന്ന കാര്യം സംശയമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 40 വയസ്സ് അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് കുറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രായം. അതേസമയത്ത് ഇൻ്റലക്ച്വലി അദ്ദേഹത്തിന് ഇനി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. അതൊരുപക്ഷെ അടുത്ത വേൾഡ് കപ്പിൽ പോർച്ചുഗലിൽ നടക്കാൻ പോകുന്ന മൊറോക്കോയിലും അതുപോലെ തന്നെ സംയുക്തമായിട്ട് ആതിഥ്യം വഹിക്കുന്ന മത്സരത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും.